ആദ്യമായി തന്നെ തിരുക്കുമാരനും അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സാമിൻ്റെ കാര്യമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 27 ആയിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് സപ്ലി ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൽ. ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കിട്ടുമെന്ന്. അതിലൊരുത്തിയാണെങ്കിൽ അവളാണ് ഞങ്ങളൊരു സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ചത്. എന്നിട്ട് അവൾക്ക് ആ സബ്ജക്റ്റിന് സപ്ലി കിട്ടുകയും ചെയ്ത്. ഞങ്ങൾക്ക് നല്ല വിഷമമായിരുന്നത്. എന്നാലും ഞാൻ അവൾമാരോട് പറഞ്ഞു, വിഷമിക്കേണ്ടടി, അമ്മ മാതാവിൻ്റെ കയ്യിൽ കൊടുക്കാടി, നമ്മൾ പാസ്സാകും, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് സപ്ലി എഴുതിയ എക്സാമിനെക്കാട്ടും അതിന് നല്ല ടഫായിരുന്നു സപ്ലി. എന്നാലും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ സപ്ലിക്ക് പാസ്സാകാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ തേർഡ് ഇയറിലും തേർഡ് ഇയറിൽ സൈക്കാട്രിൻ്റെ സബ്ജക്റ്റ് എന്താ വന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പഠിച്ചിട്ട് പോയതാണോ എന്ന് ചോദിച്ചാൽ പഠിച്ചതാണ്. പക്ഷേ അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ അതിൽ എഴുതണ്ടേന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. എന്നിട്ട് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ, അതും ചൊല്ലി ഞങ്ങൾ ആ എക്സാം എഴുതി. ഞാൻ അമ്മയോട് പറഞ്ഞ് എക്സാം എഴുതാൻ പോവുക, എനിക്കറിയത്തില്ല, അമ്മ മാതാവ് കൂടെ കണ്ടേക്കണേന്ന് ഞാൻ പറഞ്ഞു. ആ റിസൾട്ട് വന്നപ്പോഴും ജസ്റ്റ് ഞങ്ങൾ പാസ്സാവാൻ 38 മാർക്ക് മതിയെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരു എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും 38 എന്നുള്ളൊരു സംഖ്യയല്ല അവിടെ വന്നത്. എല്ലാത്തിനും 50-ന് മുകളിലുണ്ടായിരുന്നു മാർക്ക്. അതോടൊപ്പം തന്നെ ഫോർത്ത് ഇയറിൽ ഗൈനക്കോളജി എക്സാം, തേർഡ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞങ്ങൾക്ക് വന്നത്. എന്താ എഴുതേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അവിടെ പോലും. എന്നിട്ട് എക്സാമിൽ പഠിച്ചത് നല്ല രീതിയിൽ ആദ്യമേ കംപ്ലീറ്റ് ചെയ്ത സബ്ജക്റ്റായിരുന്നു ഗൈനക്കോളജി. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തേർഡ് ഇയറിലത് എന്താ എഴുതേണ്ടതെന്നൊന്നും അറിയത്തില്ല. കുറേ നേരം അവിടെ അനങ്ങാതിരുന്ന് അത് കഴിഞ്ഞിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, ഞങ്ങളുടെ ഉപ്പുണ്ടായിരുന്നു വെഞ്ചരിച്ച്, അതും ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ച് എക്സാം എഴുതി. നല്ല ടഫായിരുന്നു എക്സാം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങളെല്ലാം എക്സാം